ചേട്ടാ പിന്നെ വിശേഷമൊന്നും പറയുന്നില്ലല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തോന്ന് വിശേഷം? തിന്നുന്നു, തൂറുന്നു, ഉറങ്ങുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്, കാലം ഇത്രയായിട്ട് എന്റെ ചേട്ടൻ നേരെ ചൊവ്വേ വർത്താനം പറയാൻ പോലും പഠിച്ചിട്ടില്ല. പിന്നെ ചേട്ടന്റെ സംസാരം തീരെ ശരിയല്ലെന്ന് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴേ ഒരു സംസാരമുണ്ട്. സംസാരം കുറച്ച് മെച്ചമായ സർക്കാർ മെച്ചമായ ശമ്പളം തരുമോ? ഇല്ലല്ലോ. അതല്ല ചേട്ടാ, സംസാരിക്കുമ്പോ എന്നേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചേട്ടൻ. എനിക്ക് 2 ആമ്പിള്ളേരാ, അവരെങ്ങനെയും പഴിച്ചോളൂ. ചേട്ടനാ പെമ്പിള്ളേര്. റാനിയ, നീ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. പെണ്ണു വീട്ടുകാരുടെ വിറ്റാമിൻ കഴിച്ച് നീ എന്ന് തടി വെക്കാൻ തീരുമാനിച്ചോ അന്ന് നിന്നെ ആ ലിസ്റ്റിൽ നിന്ന് വെട്ടിയതാ. അതെന്ത് വർത്തമാനം അച്ചേട്ടൻ പറയുന്നത്? എന്റെ ഭാര്യ ആണുങ്ങൾ സംസാരിക്കുമ്പോ ഇടപെടാറില്ല. എല്ലാവർക്കും രുപ്പിണിച്ചേർത്തിയാവാൻ പറ്റുമോ? അച്ചേട്ടന്റെ വർത്തമാനവും രീതിയും കണ്ട അച്ചേട്ടൻ ഒരാൾ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് തോന്നും. അങ്ങനെ തന്നെ വെച്ചോ. പക്ഷെ ഒന്നുണ്ട്, എനിക്ക് 2 പെമ്പിള്ളേരായി പോയതുകൊണ്ട് ഞങ്ങൾ ആരും ഒരു കാരണവശാലും നിങ്ങളെ ആശ്രയിക്കാൻ പോകുന്നില്ല. അതോട്ട് പേടിക്കാൻ വേണ്ട. ഈ ലോകത്ത് ആർക്കെങ്കിലും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഒരു നിസ്സാര കാര്യം, ഇവിടെ ഇപ്പൊ അമ്മയ്ക്കൊന്ന് അമ്പലത്തിൽ പോയി തൊഴണമെന്ന് വെച്ചു. എനിക്ക് വേണമെങ്കിൽ ആരെയും ആശ്രയിക്കാതെ എന്റെ കാറിൽ അമ്മയെ കൊണ്ടുപോകാം. അച്ചുവേട്ടനും പറ്റും, പക്ഷെ ഒരു ടാക്സി ഡ്രൈവറെയെങ്കിലും ആശ്രയിക്കേണ്ടി വരില്ലേ? എന്താ നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ഒരു രസത്തിന് വേണ്ടി പറഞ്ഞതല്ലേ. അമ്മേ ഗുരുവായൂരപ്പ. നമസ്കാരം അച്ചോക്കുട്ടി. അത് ശരി, ഇയാൾ എവിടെ നിന്ന് ഓരോന്ന് പറയാനും അയാൾ അതിനകത്ത് മോന്ത വീർപ്പിക്കാനും. ഇങ്ങോട്ട് വരുന്ന വഴി ഓരോ അമ്പലം കഴിയുമ്പോഴും ഇവള് പറയുമായിരുന്നു ബ്രേക്ക് ഔട്ട്, ദാമോട്ട് അവിടെ എങ്ങാനും കാണുമെന്ന്. കളിയാക്കൊന്നും വേണ്ട കേട്ടോ. കുടുംബത്തെ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഐശ്വര്യത്തിന് ഒരു കാരണം ഈയോളം അമ്പലം ഇറങ്ങുന്നതെന്ന് വെച്ചോ. ഞാൻ അമ്മ ഒന്ന് കാണട്ടെ. ഗുരുവായൂരപ്പ. വന്നോ? താമസിച്ചാണേലും ദാമോദരൻ നായർ വരുമെന്ന് തന്നെ ഞാൻ കരുതി. ഇത്തവണ ഗുരുവായൂരായിരുന്നു. എന്റെ അമ്മേ, ഗുരുവായൂരപ്പനെ കാണണമെങ്കിൽ മുഴുക്കാപ്പോടുകൂടി തന്നെ കാണണം. എന്തൊരു തേജസ്! എന്താ ദാമോദരൻ നായരെ നിർത്തിക്കളഞ്ഞത്? അല്ല, എന്റെ രക്തത്തിൽ പിറന്നൊരു മകൻ ഇപ്പൊ ഇതിലെ കടന്നുപോയി. നല്ല മര്യാദ. ചോറ് വിളമ്പ് വെച്ചിട്ടുണ്ട്, ഇനി ഇരുന്നാ തണുക്കും, ചിലപ്പോ ഈച്ചയാർക്കും. ലോകത്തൊരു ഭർത്താവിനെ ഒരു ഭാര്യയും ഇത്രയും സഭ്യമായിട്ട് ഉണ്ണാൻ ക്ഷണിച്ച് കാണത്തില്ല. അവളുടെ നാക്ക് നിങ്ങൾക്കറിയാലോ. അമ്മ, എനിക്ക് മനസ്സിലാകാത്തത് ഇന്നത്തെ കാലത്ത് 10 വയസ്സ് കഴിഞ്ഞ ആമ്പിള്ളേർ വീട് വലിച്ചു തുടങ്ങും. 30 കഴിഞ്ഞ കള്ളു കുടിക്കാത്തവനാണല്ല, ഇല്ല 40 വയസ്സിൽ പൊടിയെങ്കിലും വലിക്കും. ഇതൊന്നുമില്ലാതെ ഈശ്വരവിശ്വാസം മാത്രമായിട്ട് കഴിയുന്ന എന്നോട് ഇവക്ക് എന്താ അമ്മ ഇത്രയും? ഒന്നങ്ങ് കഴിഞ്ഞിരുന്നെങ്കിലേ എനിക്കെന്റെ വേറെ പണി നോക്കാം. ദാമോദരൻ നായരെ ചെന്നാട്ടെ. ഇതാണോ ഡാഡി ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ? വാട്ട് വാസ് ഹി? അപ്പൂപ്പനൊരു കവിയായിരുന്നു. ദാറ്റ് മീൻസ് ഹി വാസ് എ പോയറ്റ്. കേട്ടോമേ, വർഷത്തിലൊരിക്കൽ അമ്മയുടെ പിറന്നാൾ വരുമ്പോഴാണ് അച്ഛനെ ഓർക്കുന്നത്. മലയാള സാഹിത്യവുമായിട്ടുള്ള സമ്പർക്കം അത്ര തന്നെ. നാണമില്ലല്ലോ പറയാൻ. കൊട്ടാരത്തിൽ നിന്ന് അംഗീകാരം വാങ്ങിയ കവി പത്മനാഭൻ തമ്പിയുടെ മക്കൾക്ക് എന്ത് സാഹിത്യം അറിയാം? റബ്ബർ വിറ്റ് ജീവിക്കുന്നതിനോടാണോ അമ്മ സാഹിത്യ ചർച്ച നടത്തുന്നത്? അമ്മയുടെ പിറന്നാൾ ദിവസം അക്ഷയശ്ലോക മത്സരം വന്ന തോൽക്കരെന്ന് കരുതി ദിവസവും രാത്രി 1 മണിക്കൂറോളം കവിത എല്ലാറുണ്ട് പ്രഭേട്ടൻ. ശാരദ വന്നോ? ചേച്ചി ഇപ്പൊ വരും അമ്മേ. രുക്മിണിയോ? ഞാനിവിടെ ഉണ്ടമ്മേ. കാർത്തി എവിടെ? അവളാ എന്റെ സെക്രട്ടറി. കാർത്തി ചെല്ല്. അച്ഛൻകുട്ടി, എന്നാ തുടങ്ങാം. അമ്മൂമ്മേ, ഞാനും കൂടട്ടെ. അതിന് നിനക്ക് കവിതയുമായിട്ടെന്ത് ബന്ധം? അതെങ്ങനെയാ? എല്ലാവർക്കും ഒപ്പം വളരാമെന്ന് വെച്ചാ അപ്പം മണ്ടക്കടിച്ചിരുത്തല്ലേ? അയ്യോ വേണ്ട വേണ്ട, ഇനി അതൊന്നും വിഷയമാക്കണ്ട. നീ വന്നിരുന്നു. എന്നാ ഞാൻ തന്നെ തുടങ്ങാം. ചാഞ്ചൽ ചില്ലിയിലതയ്ക്കും പെരിയ മണമെഴും പൂമുടിക്കും തൊഴുന്നേൻ
അഞ്ചിക്കൊഞ്ചി കുഴഞ്ഞിട്ടമൃതു പൊഴിയുമ പുഞ്ചിരിക്കും തൊഴുന്നേൻ. അഞ്ചമ്പൻ ചേർന്ന യൂനാം മനസികനമുലയ്ക്കും മുലയ്ക്കും തൊഴുന്നേൻ. നെഞ്ചിൽ കിഞ്ചിൽ കിടക്കും നടിയ കുടിലതയ്ക്കൊന്നു വേറെ തൊഴുന്നേൻ. അഗ്രേ പശ്യാമി മിഥ്യാകലിതമുലകൊടുങ്ങുന്ന കൽപ്പണ്ടമപ്പോഴൊട്ടേറെ ബ്രഹ്മവർഷം തിരകളിൽ ഒരു പേരാലിലത്തോണിയേറി നിദ്രാഹീനം തുഴഞ്ഞങ്ങനെ അപരയുഗം തേടി നീങ്ങുന്നു നീ. എൻ ഉൾക്കാമ്പേ നിന്നെ എന്തും തളിരില വിരിയും നാടുവൈകുണ്ഠമല്ലി. നാദബ്രഹ്മതരംഗലീലതളയിട്ടെന്നും തൊഴും കാൽകൾ ഉന്മാദത്തിന്റെ ലയത്തിലാണ്ടൊരടിയൻ നേദിക്കുമെന്നൂകൾ ഓങ്കാരക്കലപ്പുനിലാവിൽ അഭിഷേചിക്കുന്ന തത്വം പ്രപഞ്ചാദൃശ്യപ്പൊരുളേ നിനക്കുമയിലായിത്തീരട്ടെ എന്നൻ മനം. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. അയ്യോ അമ്മ, ഇത് ശ്ലോകമൊന്നല്ല, സിനിമാ പാട്ടാ. സിനിമാ പാട്ടോ? ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. I can't just order us to leave here for no reason. Forget me. There's no time to be leaving. എടി മറിയേ, അതൊന്ന് അണച്ചു വയ്ക്ക്. നിനക്ക് വല്ല കുന്ത്രാണ്ടവും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊന്നും ഉണ്ടായിരിക്കെ. ഈ പിള്ളേര് ഇതൊന്ന് കണ്ടേച്ചു പോട്ടെ. ആന്റി, ഈ 4 ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അച്ഛനറിയാതെ വേണം ഇതൊക്കെ വായിച്ചു തീർക്കാൻ. അച്ഛന് ഞങ്ങൾ ഇതൊന്നും വായിക്കുന്ന ഇഷ്ടമല്ല. മോള് അച്ഛന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞു നിർത്തിയാണല്ലോ. അമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയ്ക്ക് ആകെ ഉള്ളത് ഒരു ചേട്ടനാ, വല്യമ്മാവൻ. പക്ഷെ അച്ഛനും അമ്മാവനുമായിട്ട് ഭയങ്കര വഴക്കാ. രുക്മിണി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിനക്കാകെയുള്ള ഒരു ചേട്ടനാ. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. നീ പോണം. നീ മാത്രമല്ല, പിള്ളേരെയും കൊണ്ടുപോകണം. പൊയ്ക്കോ. പക്ഷെ എന്നെ കൂട്ടണ്ട, ഞാൻ വരില്ല. അച്ചുവേട്ടന്റെ ഈ വാശി അത്ര നല്ലതല്ല. നിന്റെ കഴുത്തി താലി കെട്ടി അന്ന് മുതല് അയാൾക്ക് ഞാൻ ശത്രുവാ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. സുഭദ്രേ, ഇവര് വന്നുകൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ചത്താലും നീയും പിള്ളേരും വരുമല്ലോ. അച്ചുവേട്ടൻ രുക്കേച്ചി വിടുമെന്ന് ഞാൻ കരുതിയില്ല. ചേട്ടനറിയാലോ അദ്ദേഹത്തിന്റെ സ്വഭാവം. പ്രിയമുള്ള കന്നഡക്കാരി നമ്പർ 1 പേരറിയാത്തതുകൊണ്ടാ ഇങ്ങനെ എഴുതിയത്. എനിക്ക് കുട്ടിയെ കണ്ട നിമിഷം മുതൽ ദുഷ്യന്തന് ശകുന്തളയോട് തോന്നിയ വികാരം, പ്രേമം. അതെ, ഞാൻ കുട്ടിയെ പ്രേമിക്കുന്നു, അഗാധമായി. തിരിച്ചെന്നെ പ്രേമിക്കുമെങ്കിൽ എന്റെ കോളേജ് അഡ്രസ് ഞാൻ ധൈര്യമായി താഴെ കൊടുക്കുന്നു. ഇവിടെ വാ. ഏതാ ഈ വേഷം? ആന്റി തന്നതാ. അപ്പുറത്തെ ആന്റി തന്നതാ ഇട്ടു നോക്കാൻ. നിനക്ക് എത്ര വയസ്സായെന്നറിയോ? പ്രായമായ പെമ്പിള്ളാര് അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരണോ? നീ എന്താ കൊഞ്ചുക? പോയി പാവടം ബ്ലൗസ് ഇടറി. ആരാതെ? ഇവിടെ വാ. നീ എന്താ പേടിച്ചു പോയോ? രുക്മിണി, ഈ പ്രായത്തിൽ പെമ്പിള്ളാര് ഇത്തരം കളസമൊക്കെ ഇട്ട് കാണാൻ ഒരു രസമാ. നീ എന്താ മോൻ തുറപ്പിച്ചിരിക്കുന്നത്? ചിരിക്കെ. ഹലോ,
ഹലോ, ഇത് ജൂനിയർ എഞ്ചിനീയർ അച്യുതൻകുട്ടിയുടെ വീടല്ലേ? അതെ. പിന്നെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ സുഖമാണോ? നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? ഛേ, ചുമ്മാ ചൂടാവാതെ അച്ഛൻകുട്ടി. കഴിയുന്നത്ര ചിരിക്കാൻ ശ്രമിക്കുക. അല്ല, നിങ്ങളുടെ ഭാര്യയും ആ 2 പെൺപിള്ളേരും എത്ര ഭംഗിയായിട്ടാ ചിരിക്കുന്നറിയാം. നിങ്ങൾ മാത്രം. റാസ്കൽ. ഹലോ. You bloody idiot. അങ്കിളും ആന്റിയും അടുത്താഴ്ച വിശാഖപട്ടണത്തുള്ള മകന്റെ അടുത്തേക്ക് പോവും. മറ്റേത് വല്ലപ്പോഴും അവിടെ ചെന്നിരുന്ന് TV കാണാം, വല്ലതും വായിക്കാം, പിന്നെ കുറെ വർത്തമാനം പറയാം. അശ്വതിക്ക് വർത്തമാനം പറയുന്നത് ഇഷ്ടമാണ് അല്ലേ? വീട്ടിൽ സംസാരം തന്നെ റേഷനാ. ദേവിച്ച, ഒരു സസ്പെൻസ് കൂട്ടിക്കട്ടെ. അശ്വതി വർത്തമാനം പറയുന്നതിനേക്കാൾ നന്നായിട്ട് പാടും. അയ്യോ ഇല്ല, വല്ലപ്പോഴും ബാത്റൂമിൽ അറിയാതൊന്ന് മൂളിപ്പോയാ അത് മതി അച്ഛന്. പ്രായമായ പെമ്പിള്ളേര് പാടാൻ പാടില്ല, TV കാണാൻ പാടില്ല, കഥാപുസ്തകം വായിക്കാൻ പാടില്ല എന്നൊക്കെയാ അച്ഛൻ പറയാറ്. അവിടെ ഞാൻ അശ്വതിയുടെ അച്ഛനെ എതിർക്കും. പാടുക എന്ന് പറയുന്നത് ദൈവികമായൊരു ഗിഫ്റ്റാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. പാടാൻ ആഗ്രഹിക്കുന്ന അശ്വതി, അതിന് അവസരമില്ല. പാട്ട് കേൾക്കാൻ ആഗ്രഹമുള്ള ഞങ്ങൾ 2 പേർ, അതിനും അവസരമില്ല. തൽക്കാലം എല്ലാം ഒത്തു വന്നിരിക്കുന്നു. ഒരു പാട്ടാകാം. അയ്യോ ഞാൻ പ്ലീസ്, ഒരു 4 വരി. കമോൺ അശ്വതി. കാളിന്തി തീരം തന്നിൽ നീ വാവാ കായാമ്പൂവർണ്ണ കണ്ണ. എനിക്ക് ഇത്രേ അറിയുള്ളൂ. ഇപ്പൊ കാപ്പിയുണ്ട്. ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഈ പേനയ്ക്ക് വില വളരെ കുറവാണ്. എങ്കിലും എന്നെ മനസ്സറിഞ്ഞു തരുന്നൊരു സമ്മാനമാണ്. അശ്വതിയിലെ പാട്ടുകാരിക്ക്. ജീവിതത്തിൽ എനിക്ക് ആദ്യമായി കിട്ടിയ സമ്മാനം. കഴിയുന്നത്ര നമ്മൾ ചെലവ് കുറയ്ക്കാൻ നോക്കുക. ഇപ്പൊ തന്നെ ഡോവിക്ക് 30 രൂപയായി. നമുക്കാവുന്നുണ്ടല്ലോ. ഗുഡ് ഈവനിങ് സാർ. ആ, എന്താ? എന്റെ സിസ്റ്റർ സുജാത ക്ലാസ്സിലാ അശ്വതി പഠിക്കുന്നത്. ഇന്നലെ അശ്വതി വീട്ടിൽ വന്നപ്പോൾ റെക്കോർഡ് ബുക്ക് വെച്ച് ഉറങ്ങിച്ചു പോന്നു. മൺഡേ സബ്മിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് അവളെ ഏൽപ്പിച്ചതാ കൊണ്ടുതരാൻ. അശ്വതി ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു? അതെ. ആ, അശ്വതിയുടെ അവൾ ആന്റിയുടെ വീട്ടിൽ പോയിരിക്കുക. കാർത്തി, പോയി ചേച്ചി വിളിച്ചോണ്ടോ. എന്തിനാ അച്ചോട്ടാ? നമ്മുടെ മോള് പഠിച്ചു പഠിച്ച് മിടുക്കിയാകാൻ പോകുന്നു. എന്താ? കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ല. ഇതിനു മുൻപ് അശ്വതി വീട്ടിൽ വന്നപ്പോ എടുത്തതാ. അതിന്റെ പ്രിൻസ് വേണമെന്ന് അശ്വതി പറഞ്ഞിരുന്നു. ഞാൻ കാറിൽ നിന്ന് എടുക്കാൻ മറന്നുപോയതാ. അശ്വതി ഏൽപ്പിച്ചാ മതി. ആ, താങ്ക് യു. ഇത് നമ്മുടെ മോള് തന്നെയല്ലേ? ഞാൻ ഇത്തരം വേഷമൊന്നും എന്റെ മുക്ക് വാങ്ങി കൊടുത്തിട്ടില്ല. അവള് കൂട്ടുകാരിയുടെ ഡ്രസ് ഇട്ട് എടുത്തതായിരിക്കും അച്ചോട്ടാ. അതിത്ര കാര്യമാക്കണോ? നീ ശബ്ദിക്കരുത്. എന്റെ മോൾ എന്നോട് കള്ളത്തരം കാണിക്കുന്നത് ഞാൻ സഹിക്കില്ല. ആ മോളെ, നിന്റെ ആ കെമിസ്ട്രി റെക്കോർഡിംഗ് എടുത്തേ. അച്ഛനൊന്ന് കാണാനാ.
അച്ഛൻ അത് സബ്മിറ്റ് ചെയ്തിരിക്കുക പ്രൊഫസർക്ക് സൈൻ ചെയ്യാൻ. ഇതാണ് നോക്കുന്ന റെക്കോർഡ്. കൊടുക്കടി. ആണോ? നീ ഇന്നലെ സുജയുടെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. എത്ര തവണ പോയിട്ടുണ്ട്? ഇന്നലെ മാത്രം. കമ്പൈൻ സ്റ്റഡിക്ക്. അപ്പൊ ഈ ഫോട്ടോകളൊക്കെ എന്നെടുത്തതാ? അത് ഇതിന് മുമ്പൊരിക്കൽ പോയപ്പോ. ഇതാരെടുത്തതാ? സുജ. ഇതോ? ഞാൻ. അപ്പൊ ഇതോ? സുജയുടെ ചേട്ടൻ. എന്താ സാർ അവിടെ വലിയൊരു ബഹളം? ഞാൻ എന്റെ മോളെ ഒന്ന് തല്ലി. തനിക്ക് എന്ത് വേണം? അയ്യോ തല്ലണം, പിള്ളേരെ തല്ലി തന്നെ വളർത്തണം സാർ. ഞാനതല്ല, ഞാൻ അയൽപ്പക്കം ആയതുകൊണ്ട് ഒച്ച കേട്ടപ്പോ പോളെടുത്തു. സോറി സാർ. Once they lived two brothers, Qasim and Ali Baba, in a small town in Persia. Qasim married a rich girl. ചേച്ചി നൊന്തോ ചേച്ചി? പൊടി പട്ടിത്തേണ്ടി. എന്താണ് അവിടെ? Once they lived two brothers, Qasim and Ali Baba, in a small town in Persia.